നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് കണ്ടു. വളരെ വിഷമം തോന്നി ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ. പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ ഞാനൊന്ന് അവരുടെ പ്രൊഫൈൽ കയറി നോക്കി. വളരെയധികം വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അതിനെക്കുറിച്ച് വളരെയധികം വാചാലനാകുന്ന ആളാണ്. ഇവിടെ വളരെ വലിയൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് വയ്പ്പ്. അത് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അവരെ കുറിച്ചും ഞാൻ നോക്കിയപ്പോൾ വളരെയധികം വിപ്ലവങ്ങൾ, അതായത് പുനഃപ്രവയലാറും അതുപോലെ തന്നെ മറ്റുള്ള ഈ ക്ഷേത്ര പ്രവേശന വിളംബരമൊക്കെ സാധിച്ചെടുത്തത് അവരുടെ കൈകൊണ്ടാണ് എന്ന് അവകാശപ്പെടുന്ന, നമ്മുടെ സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, ഇവിടെ കർഷകർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഷെയർ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഇപ്പോൾ ചിക്കന് വളരെയധികം വില കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ചൂടാണ് ഇപ്പോൾ ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ബ്രോയിലർ കോഴികളെന്ന് പറയുന്ന സാധനം ഒരുപാട് ദിവസം ഫാമിൽ കിടന്നു കഴിഞ്ഞാൽ അത് ചത്തുപോയിക്കോളും. നമ്മൾ ഒരാഴ്ച ബഹിഷ്കരിച്ചാൽ തന്നെ ഈ ഒരു വില കുറയുന്ന സാഹചര്യത്തിലേക്ക് വരും. കർഷകർക്ക് ഗത്യന്തരമില്ലാതെ നമുക്ക് വില കുറച്ച് തരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബഹിഷ്കരിക്കണം. കോഴികൾ ചത്തുപോയാലും കുഴപ്പമില്ല, ചത്തുപോയിക്കോട്ടെ, അപ്പോൾ നമുക്ക് വളരെ വില കുറച്ച് ഇറച്ചി കിട്ടുമല്ലോ എന്ന ആ ഒരു പോസ്റ്റാണ്. ഇങ്ങനെയുള്ള വളരെയധികം വിപ്ലവാത്മകമായിട്ട് ചിന്തിക്കുന്ന, ഇവിടുത്തെ ഞങ്ങൾ കർഷകരോടൊപ്പമാണ് എന്ന് പറയുകയും എന്നാൽ കർഷക സമരത്തിനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന പല ശൈത്താന്മാരെന്ന് പറയും. എൻ്റെ പരിവേഷത്തിൽ ശൈത്താന്മാർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന കുറച്ച് ആളുകൾ. എന്നാൽ അവരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. കാരണം ഇതിൻ്റെയൊക്കെ പിറകിൽ ഉണ്ടാകുന്ന വളരെ വലിയൊരു വിപത്തും ഇപ്പോൾ ഈ കർഷകർക്ക് എന്താണ് കിട്ടുന്നതെന്നും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുവാനും കർഷകരെ വളരെയധികം താഴ്ത്തിക്കെട്ടുവാനും താറടിച്ച് കാണിക്കുവാനും വളരെയധികം വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ഈ പറയുന്ന ആളുകളുടെ ഒരു വളരെയധികം വലിയ സ്വപ്നമായിരുന്ന കേരള ചിക്കൻ എന്ന് പറയുന്ന പദ്ധതി പോലും വളരെയധികം പൂട്ടിക്കെട്ടിപ്പോയ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് വരുന്നത്. ഇപ്പോൾ കർഷകർ വളരെയധികം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞുതരാം. ഇപ്പോൾ പോൾട്രി രംഗത്ത് ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്ന ഈ ഒരു മീറ്റ് വ്യവസായത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2000 കോടി രൂപയോളം റിലയൻസ് നിക്ഷേപിച്ചു കഴിഞ്ഞു. എന്തിനാണ് ആ റിലയൻസ് നിക്ഷേപിച്ചത് എന്ന് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണെന്ന്. ഇപ്പോൾ കോർപ്പറേറ്റുകൾ ഈ രംഗം പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത്, ഈ കർഷകർക്ക് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കിട്ടുന്നത് വളരെ വീണ് കിട്ടുന്ന ചെറിയ അവസരങ്ങളിലാണ്. അതായത് വർഷത്തിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും സാഹചര്യത്തിൽ നറുക്ക് വീഴുന്ന പോലെ പകിട കളിക്കുന്ന ഒരു രീതിയിൽ വീണ് കിട്ടുന്ന ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വർഷം 5, 6, 7 ഫാമിങ് നടത്തുന്ന ഈ പാവപ്പെട്ട കർഷകർക്ക് 1-2 പ്രാവശ്യം ഇച്ചിരി പൈസ കയ്യിലേക്ക് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ ഇത്ര വലിയ ഹാളിലിളക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബീഫിന് 380 മുതൽ 420 വരെ വില ഫിക്സഡായിട്ട് നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തിന് വളരെയധികം വില ഫിക്സഡ് റേറ്റാണ്. ഒരു കാരണവശാലും ഒരിക്കലും വേരിയേഷൻ ഉണ്ടാകുന്നില്ല. പച്ചക്കറികൾക്ക് വളരെയധികം വില ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും വളരെയധികം വില കുറച്ച് നൽകിക്കൊണ്ടിരുന്ന പല സാധനങ്ങളുടെയും വില വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് കാണാൻ കണ്ണില്ല. ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ അവർക്ക് നാവുമില്ല. വല്ലപ്പോഴും ഒക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വർഷത്തിൽ 1-2 ആഴ്ച മാത്രം അല്പം വില കൂടി നിൽക്കുന്ന ഈ ചിക്കനെതിരെ ഇത്രയധികം അപവാദ പ്രചരണങ്ങളും ഇത്രയധികം അസഹിഷ്ണുതയും കാണിക്കുന്ന ഇത്തരക്കാരോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് കർഷകന് കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഏകദേശം 90 രൂപയോളം 1 കിലോ ചിക്കൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു കർഷകന് ചിലവാകുന്നുണ്ട്. പ്ലസ് അവൻ്റെ ലേബർ ചാർജ്, മറ്റുള്ള ചാർജുകൾ എല്ലാം അതിന് പുറമെയാണ് ഉണ്ടാവുക. ഫാമിന് റെൻ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ പല സൈഡായിട്ട് വരുന്ന പല ചിലവുകളും അതിന് പുറമെയാണ് വരുന്നത്. ഇത്രയും പൈസ മുടക്കി ഇത്രയും കോസ്റ്റ് വരുന്ന ഈ ഒരു ബ്രോയിലർ ഫാമിങ്ങിൽ പല സമയങ്ങളിലും ഓപ്പൺ റേറ്റ് എന്ന് പറഞ്ഞ് പല തമ്പുരാക്കന്മാരും ഇടുന്ന റേറ്റിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് എപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 180 രൂപയ്ക്ക് ചിക്കൻ അല്ലെങ്കിൽ 270 രൂപയ്ക്ക് മീറ്റ് കിട്ടുന്നു എന്ന് പറയും. കർഷകന് കിട്ടുന്നത് 110-120 രൂപയാണ്.
ഈ 110ഉം 120ഉം രൂപ ഒരു കർഷകന് കിട്ടുന്ന ഈ ഒരു സാധനമാണ് ഓപ്പൺ മാർക്കറ്റിൽ നിങ്ങൾ ചിക്കൻ കടയിലേക്ക് ചെല്ലുമ്പോൾ 220ഉം 280ഉം ഒക്കെ വില വരുന്നത്. ഇതിന് കർഷകനല്ല കുറ്റക്കാരെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പല ആളുകളും ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ചൂഷക വൃന്ദങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരെ കാണാതെ ഇവിടെ കർഷകരുടെ സാധനങ്ങൾ ചത്തുപോകാനുള്ള ആഹ്വാനം, കൊന്നുകളയാനുള്ള ഒരു ആഹ്വാനം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സാധാരണ ചെറുകിട കർഷകർ നിലനിന്ന് പോയാൽ മാത്രമേ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന വളരെ വലിയൊരു കോർപ്പറേറ്റ് സംവിധാനം അവർ ഫ്രീസ് ചെയ്ത് തരുന്ന നമ്മുടെ ചിക്കൻ 300-400 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങി കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വളരെയധികം വാചാലമാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ കേരള ചിക്കൻ പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതി വളരെ കേരള സർക്കാർ വളരെയധികം ആവേശത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ പൊക്കിപ്പിടിക്കുന്ന ഒരു സംവിധാനമാണ്. എന്തുകൊണ്ടാണ് അവർ പോലും ഈ ഒരു രംഗത്ത് നിന്ന് പിന്മാറാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? അവർ സ്വന്തം തീറ്റയല്ലേ അവർ കൊടുക്കുന്നത്. അവരെ സ്വന്തം പ്രൊഡക്ഷനിലുള്ള പെപ്കോയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തീറ്റയാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പെപ്കോയുടെ തന്നെ അവരെ കേരള പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെയുള്ള ഫാമുകളിലാണ് ഈ കോഴികളെ വളർത്തുന്നത്. വളരെയധികം ജെന്യുവിനായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയും വളരെയധികം ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു പെപ്കോയുടെ കീഴിൽ തന്നെയാണ് ഈ കേരള ചിക്കൻ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനുകൾ, കോഴികൾ ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്കെന്താണ് ഈ ഒരു വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ? അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് ഈ ഒരു ദേശസ്നേഹികളൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ കർഷകർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ലോകവും ഈ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടെ നിലനിന്ന് പോകുന്നത്. ആരും എവിടുന്നും നിങ്ങൾക്കൊന്നും ചിക്കൻ കഴിക്കാൻ മാത്രമേ അറിയൂ. അല്ലാതെ ഇതുണ്ടാക്കുന്നവൻ്റെ വേദനയോ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടോ ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അല്പം 1-2 രൂപ മാക്സിമം ഒരു കർഷകന് കിട്ടുന്ന വിലയെന്ന് പറയുന്നത് 160 രൂപയാണ്. ഈ കുറഞ്ഞ വളരെ വലിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ചധികം ഒരു 5-6 വർഷത്തെ ഒരു 5-6 വർഷത്തെ ഒരു കണക്ക് ടോട്ടലി ഉള്ള ഒരു ഓപ്പൺ റേറ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഏറ്റവും ടോപ്പായിട്ട് വന്നിരിക്കുന്ന വിലയെന്ന് പറയുന്നത് 160 രൂപയാണ്. ഈ 160 രൂപയിൽ നിന്ന് പല സമയങ്ങളിലും 5-6 രൂപ കട്ടിങ് എന്ന ലേബലിൽ കർഷകർക്ക് കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ 155 രൂപ. ഈ 155 രൂപയിൽ നിന്നും പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ച് പല ത്രാസിൽ തട്ടിപ്പ് കാണിക്കും, പിടിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് വിലയിൽ കുറവ് വരുത്തും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സഹിച്ചുകൊണ്ടാണ് ഈ കർഷകർ ബൾക്കായിട്ട് കോഴികളെ നൽകുന്നത്. ഈ കോഴികൾ ഇടനിലക്കാരിൽ നിന്നും കടന്നു പോയി ഒരു ചിക്കൻ ഷോപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റും അവരുടെ കട്ടിംഗ് റേറ്റും എല്ലാം ഫിക്സഡാണ്. ഈ ഒരു കട്ടിംഗ് റേറ്റും എല്ലാം കസ്റ്റമേഴ്സിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു തുകയ്ക്ക് ഈ ചിക്കൻ ഇറച്ചി വിൽക്കുമ്പോൾ അതിന് കാരണക്കാർ കർഷകരല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്തരം ശൈത്താൻ്റെ പണി, ഇത്തരം തെറ്റായ പണി നിങ്ങൾ തീർച്ചയായിട്ടും നിർത്തണം. കാരണം ഇവിടെ പല സാധനങ്ങൾക്കും വില കൂടുന്നു. ഇപ്പോൾ കർഷകർ, നിങ്ങൾ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ ഡൽഹിയിൽ കർഷകർ സമരം ചെയ്യുന്നു. അവർക്കൊന്നും വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാൻ നാവ് പൊന്തുന്നില്ല. നിങ്ങൾ വളരെ വിപ്ലവ സിംഹങ്ങളും വിപ്ലവകരമായിട്ടുള്ള പോസ്റ്റുകളും വിപ്ലവകരമായിട്ടുള്ള എഴുത്തുകളും ഒക്കെ എഴുതുന്ന ആളുകളല്ലേ. എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഇതല്ല, നിങ്ങളുടെ ആവശ്യം മറ്റെന്തോ ആണ്. ഇവിടെ ആരെയാണ് സംരക്ഷിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഈ ഞങ്ങൾ ചെറുകിട കർഷകർ ഇവിടെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 180 രൂപയ്ക്കോ 200 രൂപയ്ക്കോ നിങ്ങൾ വാങ്ങുന്ന ചിക്കന് ഒരു ഫ്രീസ് ചെയ്ത് 5-6-7 മാസം കഴിഞ്ഞ് ചിക്കന് നിങ്ങൾക്ക് കൊടുക്കേണ്ട വരുന്ന വില 400-450 രൂപയായിരിക്കും, അല്ലെങ്കിൽ 350 രൂപ 400 രൂപയായിരിക്കും. കാരണം ഒരു കോർപ്പറേറ്റ് ഭീമൻ്റെ കയ്യിലേക്ക് ഈ ചിക്കൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റോറേജും ചിക്കൻ ഫാമിംഗ് പരിപൂർണമായിട്ടും അവരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. കർഷകർക്ക് വേറെ ഓപ്ഷനുകൾ പലതുണ്ടാവാം, പക്ഷേ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന വളരെയധികം വലിയൊരു ഭീമമായ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്തരം ആളുകൾ ഇത് ഇടുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ? പണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോൺ കുത്തിവെച്ചാണ് ഈ കോഴികളെ വളർത്തുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പോലും അന്ധമായി വിശ്വസിച്ചിരിക്കുന്ന മലയാളികളോട് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും ഇത്തരം പോസ്റ്റുകൾ എഴുതി വിടുകയും ഇത്തരം പോസ്റ്റുകൾ വൈറലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, ഇവിടെ അഭ്യസ്ത വിദ്യരാണെന്ന് അവകാശപ്പെടുന്ന, ഞങ്ങളാണ് ഏറ്റവും വലിയ മഹാന്മാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾക്ക് തീർച്ചയായിട്ടും അത് അസുഖം വേറെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ, എന്തിനേക്കോ സംരക്ഷിക്കാൻ, എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വിടുമ്പോൾ
തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടത് കർഷകർ തന്നെയാണ്. എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക. ഇത്തരം ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവരും വിപ്ലവ സിംഹങ്ങൾ തന്നെയാണ്. നമ്മളും വിപ്ലവത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും അന്നം മുട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് പല സമയങ്ങളിലും കർഷകർ മിണ്ടാതിരിക്കുന്നതും കർഷകർ എത്ര അവഗണന സഹിച്ചിട്ടും മിണ്ടാതിരിക്കുന്നത്. പഴയ നെൽകർഷകരാണേലും പച്ചക്കറി കർഷകരാണേലും എന്തൊക്കെ ഈ കേരളത്തിൽ എന്തൊക്കെ ആരൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു, എന്തെങ്കിലും ഒരു സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക. കാരണം വളരെ വലിയ വില കൊടുത്ത് തീറ്റ വാങ്ങി നല്ല ജെനുവിനായിട്ടും ഓർഗാനിക്കായിട്ടും വളർത്തുന്ന ഈ കോഴികളെ, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വേറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. പാക്കറ്റ് ഫീഡിൽ എന്തുണ്ടോ അത് കോഴികൾക്ക് കൊടുത്തിട്ട് നമ്മൾ വളർത്തി 40-42 ദിവസം കൊണ്ട് 200-2.5 കിലോ തൂക്കമുള്ള കോഴികളെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ സംശയം, അത് പെട്ടെന്ന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ കോഴികൾ വലിയ ചൂടത്തെ നിങ്ങൾ ചത്തുപോകുമെന്ന് വ്യാമോഹിക്കുന്നില്ലേ? വെറും തെറ്റായ ഒരു ചിന്തയാണിത്. നിങ്ങൾക്ക് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ഈ പോൾട്രി ഫാമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകും. കാരണം കോഴികളെ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും വളർത്താൻ കഴിയുന്ന കോഴികളാണ് ബ്രോയിലർ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 40 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ആയുസ് തീരുന്ന, അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞ് അത് ജീവിക്കില്ല എന്ന രീതിയിലേക്ക് പോകുന്ന കോഴികളൊന്നും അല്ല. ഈ കോഴികളെ ഇട്ട് വളർത്തിയാൽ അല്പം അധികം തൂക്കം വെയിറ്റ് കൂടും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് ഇതിൽ കൂടുതൽ വളർത്തുവാൻ കർഷകർ പേടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിന് തീറ്റ കൊടുക്കാനുള്ള കാശ് പോലും ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അത് എങ്ങനെയെങ്കിലും ഇത് 40 ദിവസം കഴിഞ്ഞ് വിറ്റ് ഒഴിവാക്കിയിട്ട് വേണം സ്വന്തം വീട്ടിൽ അരി മേടിക്കുവാനും കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത് മുമ്പോട്ട് വളർത്താൻ ആരും സാഹസപ്പെടാത്തത്. അതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് ചാകുന്ന ഒരു ചൂട് അങ്ങനെ വളരെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്നെല്ലാം അങ്ങ് ചത്തുപോകുമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. അതിനുള്ള ടെക്നോളജിയും അതിനുള്ള അറിവും എല്ലാ കർഷകർക്കും ഇപ്പോൾ ഉണ്ട്. അല്ലാതെ നിങ്ങളെപ്പോലെ വെറും ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് വളരുന്ന, തലയ്ക്കകത്ത് ഒന്നുമില്ലാതെ ചകിരിച്ചോറ് മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല കർഷകർ. ഇപ്പോൾ എല്ലാ കർഷകരും നല്ല രീതിയിൽ തന്നെയാണ് ഫാമിംഗ് നടത്തുന്നത്. നല്ല ബുദ്ധിയും നല്ല ടെക്നോളജി ഉപയോഗിച്ചും അതിന് ചൂട് വന്നാൽ എന്ത് ചെയ്യണം, തണുപ്പ് വന്നാൽ എന്ത് ചെയ്യണം, അതിന് അസുഖം വന്നാൽ എന്ത് ചെയ്യണം എന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ വിദഗ്ധരായ വെറ്റിനറി ഡോക്ടർമാർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ പോലും അറിവുള്ള നല്ല കർഷകർ തന്നെയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അത്തരം വ്യാമോഹങ്ങളൊന്നും വേണ്ട, അത്തരം പേടിപ്പിക്കലും വേണ്ട എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.